ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്ത റീലൊക്കെ കണ്ട റെഡ് ബ്ലൗസ് ഇല്ലേ, വെഡിങ് ബ്ലൗസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആ സ്റ്റോറിയിലോട്ട് പോകാം. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 രാത്രി ഉറങ്ങാതെ തുന്നിയതെന്ന് പറഞ്ഞു. ടൈമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൗസ് നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരാഴ്ച മുമ്പാണ്. അവരുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് നമുക്ക് ആ ബ്ലൗസ് കിട്ടുന്നത്. അപ്പോൾ ഒരാഴ്ച പറഞ്ഞാൽ 10 ദിവസം, 10 ദിവസം എന്നൊക്കെ പറയാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വയ്യായൊക്കെ ആയതുകൊണ്ട് നമുക്ക് 2 രാത്രി ഉറക്കം അടഞ്ഞിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അത് ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്, അത് ചെയ്യാനും ഒരു രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു യുദ്ധമായിരുന്നു. നമ്മൾ ആ ഒരു ഡേ, അവൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് അവർക്ക് വേറെ എങ്ങോട്ടും പോകണം, കാസർഗോഡായിരുന്നു പോകണ്ടായിരുന്നത്. നമുക്ക് പോയല്ലേ അവർ കല്യാണം അടിയിനി കോട്ടയോ. അപ്പോൾ കോട്ടയത്തായിരുന്നു അവർ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടേക്ക് എത്തണം. അവരെ വീട് ഇവിടെ തന്നെയാണ്, കുറച്ചടുത്ത് തന്നെ അവിടെ ആയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ പുലർച്ചെ നമ്മൾ തുന്നിയൊക്കെ ആയി കുറച്ച് പാവടി തുന്നാണ്ടായപ്പോൾ നമ്മൾ 4 മണി ഒക്കെയാണ് തോന്നുന്നത്. പുലർച്ചയ്ക്ക് ഫാസ്റ്റായിട്ട് വണ്ടിയൊക്കെ ഇങ്ങോട്ട് ഓടിച്ച് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ടൊക്കെ ഉള്ളിൽ അവിടെ എത്തി. അങ്ങനെ ബാക്കി നമ്മൾ അവിടെ ഇരുന്ന് തുന്നായിരുന്നു. ഒരു ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് സുഖമായിട്ട് തുന്നാൻ കഴിഞ്ഞു. കാപ്പിയൊക്കെ കിട്ടി, നല്ല അസൽ കാപ്പി ആയിരുന്നു കേട്ടോ, ഐ മീൻ ചായ ആയിരുന്നു. ദെൻ അവിടെ ഇരുന്ന് തുന്നി. അപ്പോഴും കഴിഞ്ഞില്ല, അവർക്ക് പോലെ ടൈമായി, ബസ് എത്തി, ഓക്കെ എത്തിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു കോട്ടയ്ക്കലല്ലേ, എന്താ എവിടെയെന്നും കോട്ടയത്തേക്ക് എത്തിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എത്തി. എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് രാവിലെ ഇരുന്ന് തുന്നി. രാവിലെ ആയപ്പോൾ പിന്നെ ഓരോ ഫ്രണ്ട്സ് ഷൊർണൂറിന് പോകുന്നുണ്ടായിരുന്നു ട്രെയിനിൽ. സോ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ 1.5 ഉറക്കമായിരുന്നു. പക്ഷെ ആ കഥകളൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ത്രില്ലിങ് ബ്ലൗസ്. അതായത് നമുക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, എന്നാലും അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ സോഫ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ അവരും കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും കല്യാണ ബ്ലൗസ് അല്ലേ. എന്നാലും നമ്മളവിടെ ബാക്കി അവരെ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് ഒരു കാണല്ലോ, തെളിവുണ്ടല്ലോ, ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. ഏതായാലും ഒരു ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ചായ നല്ല ടേസ്റ്റ് തന്നെ. അമ്മു ചേച്ചിനൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട്, അത്രയും സ്മൂത്തായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ, അതാണ് കഥ, അത്രേ ഉള്ളൂ.